ഇന്ന് ഫെബ്രുവരി 25 ഇന്ത്യൻ മാർക്കറ്റ് രാവിലെ വളരെ ശക്തമായിട്ടുള്ള ഒരു റിക്കവറി കാണിച്ചു. ഫെബ്രുവരി 24 AI ഡ്രിവൺ സെൽ ഓഫിന് പിന്നാലെ ഇന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് സ്ട്രോങ് ബ്രോഡ് ബേസ്ഡ് റിക്കവറി ആയിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. അതിനുശേഷം കാര്യമായ തകർച്ച ഉണ്ടായെങ്കിലും ബെഞ്ച് മാർക്ക് ഇൻഡീസസ് ചെറിയ ഗെയിനോട് കൂടിയാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50 25,482 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 82,276 ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി 61,043 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 50ക്ക് 25,500 ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. മാർക്കറ്റിനെ മുന്നോട്ട് നയിച്ചത് എന്താണ് എന്ന് കൂടി നമുക്ക് നോക്കാം. നിഫ്റ്റി IT ഇൻഡെക്സ് ഏതാണ്ട് 2 to 3% റാലി നൽകി. AI ഡിസ്ട്രപ്ഷൻ പാനിക് ഓവർ റിയാക്ഷൻ ആയിരുന്നുവെന്ന് ഇൻവെസ്റ്റേഴ്സ് വിലയിരുത്തി ബൈയിങ് ഇൻട്രസ്റ്റ് തിരിച്ചു വരുന്നതും കാണാൻ കഴിഞ്ഞു. IT മേജേഴ്സ് പോലെ HCL ടെക്നോളജിയും ടാറ്റ കൺസൾട്ടൻസി സർവീസും ശക്തമായിട്ട് ഗെയിൻസ് രേഖപ്പെടുത്തി. നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 2.5% ജമ്പ് കാണാൻ കഴിഞ്ഞു. മെറ്റൽ സ്റ്റോക്സിൽ ഒരു സ്ട്രോങ് മൊമെൻറ്റം കാണാൻ കഴിഞ്ഞു. ഗ്ലോബൽ ക്യൂസ് കൂടി സപ്പോർട്ട് നൽകുകയുണ്ടായി. പക്ഷേ ഗെയിൻസ് ക്യാപ് ചെയ്തത് എന്താണ് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. US സർക്കാർ ഇന്ത്യൻ സോളാർ ഇമ്പോർട്ട്സിന് 126% കൗണ്ടർ വെയിങ് ഡ്യൂട്ടി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സോളാർ സ്റ്റോക്കുകളിൽ വലിയ ഒരു ക്രാഷ് കാണാൻ കഴിഞ്ഞു. വാരി എഞ്ചിനീയേഴ്സ്, പ്രീമിയർ എഞ്ചിനീയേഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ നല്ല രീതിയിലുള്ള സെൽ ഓഫ് കാണാൻ കഴിഞ്ഞു. ഇൻട്രാഡേയിൽ തന്നെ 10 മുതൽ 15% വരെ ഇടിവ് ഈ സ്റ്റോക്കുകളിൽ കാണാൻ കഴിഞ്ഞു. ടോപ്പ് 3 ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ന്യൂസ് നോക്കുകയാണെങ്കിൽ ഷെയ്ഫ്ലർ ഇന്ത്യ സ്റ്റോക്സ് 5% മുകളിൽ സർജ് ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു. കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 35.9% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് നേടിയതാണ് ഈ ഒരു അപ് ട്രെൻഡിന് കാരണമുണ്ടായത്. 322.4 കോടിയുടെ പ്രോഫിറ്റാണ് കമ്പനി കാണിച്ചത്. അതുപോലെ തന്നെ 35 രൂപ പെർ ഷെയറിന് ഡിവിഡൻഡും അനൗൺസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് HG ഇൻഫ്രാ എഞ്ചിനീയറിംഗ് NHAയിൽ നിന്ന് 1,582 കോടിയുടെ പ്രോജക്റ്റിന് ലോവസ്റ്റ് ബിഡറായിട്ട് കമ്പനി എത്തിയത് ഒരു വലിയ പോസിറ്റീവ് മൊമെൻറ്റം നൽകി. അതാണ് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് നൽകാനുണ്ടായ കാരണം. മൂന്നാമതായിട്ട് സോളാർ സ്റ്റോക്ക് ക്രാഷുകളാണ്. മൊത്തത്തിൽ വാരിയർ ആൻഡ് പ്രീമിയർ എഞ്ചിനീയർ ഡ്യൂട്ടി ഇമ്പാക്റ്റ് കാരണം ഷാർപ്പ് കറക്ഷൻ ഉണ്ടായത് ഒരു വലിയ ന്യൂസായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ HCL ടെക്നോളജീസ്, ബജാജ് ഓട്ടോ, ടാറ്റ സ്റ്റീൽ. ടോപ്പ് ലൂസേഴ്സ് റിലയൻസ്, SBI, അദാനി പോർട്സ്. ഇന്നത്തെ മാർക്കറ്റ് ടേക്ക് അവേ നോക്കിക്കഴിഞ്ഞാൽ AI പാനിക് സെൽ ഓഫ് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ഒരു വലിയ ഡാമേജ് ഉണ്ടാക്കിയെങ്കിലും ഇന്ന് ഇൻവെസ്റ്റേഴ്സ് ഡിപ്പിൽ ബൈ ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു. കോൺഫിഡൻസ് തിരികെ വരുന്നത് ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ മാർക്കറ്റ് റൗണ്ടപ്പ്. നാളെ നിഫ്റ്റി 50 25,500 മുകളിൽ റീക്ലെയിം ചെയ്യുമോ? നിങ്ങളുടെ വ്യൂ എന്താണ് എന്ന് കമൻറ്റുകളായിട്ട് അറിയിക്കുക. വീണ്ടും കൂടുതൽ മാർക്കറ്റ് ന്യൂസുകളുമായിട്ട് നാളെ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.